Good morning. Good morning, ma'am. Good morning, ma'am. Morning, ma'am. Okay, നമ്മള് മെഡിക്കൽ റെക്കോർഡ്സ് അല്ലേ എടുത്തുകൊണ്ടിരുന്നേ. എവിടെ വരെയാ എടുത്തു നിർത്തിയത്? അഡ്മിഷൻ ഓഫീസർ അല്ലേ എടുത്തു നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സില്? ഓക്കെ, അത് കംപ്ലീറ്റ് ആയിരുന്നോ? അഡ്മിഷൻ ഓഫീസർ ജസ്റ്റ് പറഞ്ഞോളൂ അല്ലെ? അഡ്മിഷൻ ഓഫീസർ ജസ്റ്റ് പറഞ്ഞല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് അഡ്മിഷൻ ഓഫീസ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഒന്നും കൂടി പറഞ്ഞുതരാം. അഡ്മിഷൻ ഓഫീസ് എന്ന് പറയുമ്പോ എന്താണ്? ആ ഒരു ഓഫീസ് വർക്കിംഗ് അറൌണ്ട് ദ ക്ലോക്ക് അല്ലെ, 24 hours വർക്ക് ചെയ്യുന്ന ഒരു ഭാഗമാണ് അഡ്മിഷൻ ഓഫീസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് റെസ്പോൺസിബിൾ, ഇത് എന്തിനു വേണ്ടി റെസ്പോൺസിബിലിറ്റി ഉള്ള അല്ലെങ്കിൽ എന്തിനു വേണ്ടി ഉത്തരവാദിത്തമുള്ള ഒരു ഓഫീസാണ്? ഫോർ ദ അഡ്മിഷൻ ഓഫ് പേഷ്യൻസ്. ചോദിക്കാറുണ്ട് കേട്ടോ. ഒരു അഡ്മിഷൻ ഓഫീസിന്റെ 24 മണിക്കൂറുമാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ അഡ്മിഷൻ ഓഫീസ് എന്തിനൊക്കെ റെസ്പോൺസിബിൾ ആണ്, എന്തിനൊക്കെ ഉത്തരവാദികളാണ്? ഫോർ ദ അഡ്മിഷൻ ഓഫ് പേഷ്യൻസ് അത് ആ പേരിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുമല്ലോ അല്ലെ? ആ ഒരു പേഷ്യൻസിന്റെ അഡ്മിഷന് വേണ്ടിയിട്ട് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ദ ബെഡ് ഒക്യുപ്പൻസി ബോർഡ്. ബെഡ് ഒക്യുപ്പൻസി ബോർഡ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ബെഡുകൾ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്, എത്രത്തോളം ഓൾറെഡി ആളുകൾ ഒക്യുപ്പൈഡ് ആണ് അല്ലെങ്കിൽ ലഭ്യമാക്കിയിട്ടുണ്ട്, എത്ര എണ്ണം വേക്കന്റ് ആയിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത്. ഓരോ രോഗികളെ ഓരോരോ ബെഡുകളിലേക്ക് എന്ത് ചെയ്യുന്നത് സ്റ്റേ ചെയ്യാനായിട്ട് വിടുന്നത്. അപ്പൊ അതിനനുസരിച്ച് കൃത്യമായിട്ട് അവിടുത്തെ ബെഡ് ഒക്യുപ്പൻസി എത്രത്തോളം ഉണ്ട്, ബെഡ് കപ്പാസിറ്റിയിൽ എത്ര എണ്ണം ഓൾറെഡി ഫിൽഡ് ആണ്, എത്ര എണ്ണം ഇല്ല, അതുപോലെ കൃത്യമായിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടോ, ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വത്തിൽ വരുന്ന കാര്യമാണ്? ഒരു അഡ്മിഷൻ ഓഫീസിന്റെ ഉത്തരവാദിത്വത്തിൽ വരുന്ന കാര്യമാണ്. ആൻഡ് ഫോർ ദ സേഫ് കീപ്പിംഗ് ഓഫ് പേഷ്യൻസ് പ്രോപ്പർട്ടി. അതുപോലെ there is any absence of a patient relative, അവിടെ വരുന്ന പേഷ്യൻസിന്റെ കൂടെ അവരുടെ റിലേറ്റീവോ അല്ലെങ്കിൽ ആരുമില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ആ പേഷ്യൻസിന്റെ പേഴ്സണൽ പ്രോപ്പർട്ടീസ്, ആ പേഷ്യൻസിന്റെ എന്താണ് അവരുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള സ്വത്ത് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും വിലപിടിപ്പുള്ള മൂല്യമുള്ള എന്തെങ്കിലും വസ്തുക്കളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സേഫ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയും ആർക്കാണ് വരിക? ഒരു അഡ്മിഷൻ ഓഫീസിനാണ് വരിക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. 24 hours വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ അവരുടെ റെസ്പോൺസിബിലിറ്റീസും നോട്ട് ചെയ്യണം കേട്ടോ. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തതാണ് ഡയറക്റ്റ് അഡ്മിഷൻ. ഇവിടെ ഡയറക്റ്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള പ്രവേശനം. ഇവിടെ ദ വാർഡ് മാനേജർ, ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ആരാണ് ഇതിന് ലയബിൾ അല്ലെങ്കിൽ ബാധ്യസ്ഥരായിട്ടുള്ളത്? The ward manager in charge is liable for registering the case in the admission office within 2 hours of the patient admission to the ward. ഇവിടെ വാർഡ് മാനേജർ എന്തിന് ബാധ്യസ്ഥനാണെന്ന് പറഞ്ഞു? വാർഡ് മാനേജർ ഇൻചാർജിലുള്ള വാർഡ് മാനേജർ ഫോർ രജിസ്റ്ററിംഗ് ദ കേസ് ഇൻ ദ അഡ്മിഷൻ ഓഫീസ് വിത്തിൻ 2 hours of the patient admission to ward. അതായത് ഒരു പേഷ്യന്റ്, ഇപ്പൊ ഇവിടെ ഡയറക്റ്റ് അഡ്മിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പേഷ്യന്റ് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വന്ന പേഷ്യന്റ് ആവാം. അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്സർവേഷന് വേണ്ടിയോ ഒക്കെ അവരെ അവിടെ നിന്ന് ആ ഒരു വാർഡ് അല്ലെങ്കിൽ ആ ഒരു കാഷ്വാലിറ്റി അല്ലെങ്കിൽ ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നേരിട്ട് ഇൻപേഷ്യന്റ് ആയിട്ട് പ്രവേശിപ്പിക്കുന്നു അല്ലെങ്കിൽ വാർഡിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ ആ ഒരു ഡയറക്റ്റ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു വാർഡിലേക്ക് ഒരു പേഷ്യന്റ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എത്തിയാൽ ആ എത്തിയ സമയം മുതൽ 2 മണിക്കൂറിനുള്ളിൽ ഈ ഒരു അഡ്മിഷൻ ഓഫീസുമായിട്ട് ഇവരുടെ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത് ആരുടെ ബാധ്യസ്ഥതയാണെന്നാ പറയുന്നേ? ആ വാർഡ് മാനേജർ, ഇൻചാർജിലുള്ള വാർഡ് മാനേജറുടെ ബാധ്യസ്ഥതയാണ്. മനസ്സിലായോ? ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വന്ന പേഷ്യന്റ് ആവാം. അപ്പൊ അവർക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ പിന്നെ ഫോളോ ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്സർവേഷൻസോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ അവരെ നേരിട്ട് നമ്മൾ വാർഡിലേക്ക് അയക്കണം. അങ്ങനെ വാർഡിലേക്ക് എത്തുന്ന ഒരു പേഷ്യന്റിന്റെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവർ ആ വാർഡിലെത്തി 2 മണിക്കൂറിനുള്ളിൽ ആ വാർഡ് മാനേജർ എന്ത് ചെയ്യണം?
എന്താ ചെയ്യണ്ടേ? ഈ അഡ്മിഷൻ ഓഫീസുമായി ബന്ധപ്പെട്ട് ആ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? ഡയറക്റ്റ് അഡ്മിഷൻ എന്താണെന്ന് മനസ്സിലായോ? വാർഡ് മാനേജറുടെ ലയബിലിറ്റി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബാധ്യസ്ഥത എന്താണെന്ന് മനസ്സിലായോ? ചോദിക്കാറുണ്ട് കേട്ടോ. ഡാഷ് ഇൻചാർജ് ഈസ് ലയബിൾ ഫോർ രജിസ്റ്ററിംഗ് ദ കേസ് ഇൻ ദ അഡ്മിഷൻ ഓഫീസ് വിത്തിൻ 2 hours ഓഫ് പേഷ്യൻസ് അഡ്മിഷൻ ടു ദ വാർഡ്. ഇതൊരു ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്തത് അബ്സ്കോണ്ടഡ് പേഷ്യൻസ്. എന്താണ് അബ്സ്കോണ്ടഡ് പേഷ്യൻസ് എന്ന് പറഞ്ഞാല്? എന്താണ് അബ്സ്കോണ്ടഡ് പേഷ്യൻസ് എന്ന് പറഞ്ഞാല്? ഒരു പേര് കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു പേര്? മിസ്സിംഗ് ആയിട്ടുള്ള അല്ലെ? ചിലപ്പോ അവരവിടെ നിന്ന് ഓടിപ്പോയത് കൊണ്ടാവും, അല്ലെങ്കിൽ അവരവിടെ മിസ്സിംഗ് ആയിട്ട് കാണാനില്ല അല്ലെ? നോക്കി, the information about absconded patients who ran away must be recorded in the patient file with details regarding the date and time the patient was found to be missing from the ward. ഒരു വാർഡില് അല്ലെങ്കിൽ ആ ഒരു വാർഡില് ഒരു പേഷ്യന്റ് എപ്പോ മുതലാണോ അവരെ മിസ്സിംഗ് ആയിട്ട് അല്ലെങ്കിൽ അവരെ കാണാതായത് നമുക്ക് തോന്നുന്നത്, ആ ഒരു ദിവസം, അതായത് ഏത് ദിവസമാണ്, ഏത് സമയത്ത് മുതലാണ് അവരെ കാണാതായത്. ചിലപ്പോൾ നമ്മൾ അതിന് മുമ്പൊക്കെ ചിലപ്പോൾ കണ്ടു കാണുമായിരിക്കും. ഏത് സമയം മുതലാണ്, ഇങ്ങനെയുള്ള എല്ലാ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസും ആ പേഷ്യന്റിന്റെ ഫയലിൽ നിർബന്ധമായിട്ടും റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. The information about absconded patients who ran away, അവരെ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ചിലപ്പോ ഓടിപ്പോയതാകാം, അവരെല്ലാം മിസ്സായി പോയേക്കണം, അവരെ കാണാനില്ല. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന്റെ റെക്കോർഡുകളിൽ അല്ലെങ്കിൽ അവരുടെ പേഷ്യന്റ് ഫയലുകളിൽ വ്യക്തമായിട്ട് അവരെ മിസ്സിംഗ് ആയിട്ടുള്ള ഏത് വാർഡിൽ നിന്നാണ് അവർ മിസ്സിംഗ് ആയിട്ടുള്ളത്, അവരെ എന്ത് സമയം, ഏകദേശം നമുക്കൊരു സമയം പറയാൻ പറ്റും, ഏത് സമയം മുതൽ, ഏത് ദിവസത്തിൽ, ഏത് സമയം മുതലാണ് അവരെ കാണാനില്ലാത്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള പൂർണ്ണമായ ഡീറ്റെയിൽസ് ആ പേഷ്യന്റിന്റെ ഫയലിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തി റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതാണ്. Then the treating physician must note sign the record properly. അതുപോലെ തന്നെ അവർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഫിസിഷ്യൻ, ഡോക്ടർ നിർബന്ധമായിട്ട് ഇത് ആ ഒരു പേഷ്യൻസിന്റെ റെക്കോർഡിൽ അത് നോട്ട് ചെയ്യേണ്ടതും സൈൻ ചെയ്യേണ്ടതുമാണ്. And the matter to be conveyed to the police. ഈ ഒരു വിവരം ആരെ അറിയിക്കണം? പോലീസിനെ അറിയിക്കണം അല്ലെ? Then against medical advice. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അബ്സ്കോണ്ടഡ് പേഷ്യൻസിന്റെ കാര്യം പറഞ്ഞത്, അവർ ഏത് സമയം മുതൽ, ഏത് ദിവസത്തിൽ, ഏത് സമയം മുതലാണോ കാണാതായത് അത് കൃത്യമായിട്ട് അവരുടെ ഫയല് രേഖപ്പെടുത്തണം. അതോടൊപ്പം തന്നെ അവരുടെ ട്രീറ്റിംഗ് ഫിസിഷ്യൻ ഇത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി സൈൻ ചെയ്യണം. ഓൾറെഡി നമ്മുടെ ആ ഒരു പോലീസിനെ അതിനുള്ള ഇൻഫർമേഷൻസ് അയക്കുകയും വേണം. ക്ലിയർ അല്ലേ? Then against medical advice, AMA അല്ലെങ്കിൽ ലാമ കേട്ടിട്ടുണ്ടാവും അല്ലെ? AMA, against medical advice. The patient who discharge themselves from a hospital against the advice of their treating physician should be treated as discharged. അതായത് ഇവിടെ ഒരു പേഷ്യന്റ് who discharge themselves, അവർ സ്വയം എന്ത് ചെയ്യുന്നു, അവരുടെ സ്വന്തം താല്പര്യപ്രകാരം ഒരിക്കലും ആ ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ അതിന് വിപരീതമായിട്ട് അവർ സ്വന്തം ഇഷ്ടപ്രകാരം അവരെ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതിനെയാണ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറയുന്നത് അല്ലെ? പഠിച്ചിട്ടില്ലേ അത്? എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അല്ലെങ്കിൽ ലാമ, ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് പഠിച്ചിട്ടില്ലേ? അപ്പൊ ഇവിടെ ഒരിക്കലും ആ ഒരു ഫിസിഷ്യൻ, അവരെ ട്രീറ്റ് ചെയ്യുന്ന ഫിസിഷ്യൻ റെക്കമെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അവർ നിർദ്ദേശിച്ചിട്ടല്ല അവർ പോകുന്നത്, മറിച്ച് അവർ സ്വന്തം ഇഷ്ടപ്രകാരം ആ പേഷ്യന്റ് സ്വന്തം ഇഷ്ടപ്രകാരം ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഏതൊരു ഡിസ്ചാർജ് ചെയ്ത് അല്ലെങ്കിൽ ഏതൊരു പേഷ്യന്റ് ഇവിടുന്ന് പോകുമ്പോൾ നമ്മളത് ഡിസ്ചാർജ് ആയിട്ട് തന്നെ പരിഗണിക്കുക അല്ലെ? അവരിങ്ങനെ ആ ഒരു ഫിസിഷ്യന്റെ അഡ്വൈസ് പ്രകാരം പോകുന്നതായിക്കോട്ടെ, അല്ലാതെ സ്വയം ഇഷ്ടപ്രകാരം പോകുന്നതാണെങ്കിലും നമ്മൾ അത് പരിഗണിക്കുന്നത് എങ്ങനെയാണ്? ഹോസ്പിറ്റലുകാര് ഡിസ്ചാർജ് ആയി പോകുന്നു എന്ന രീതിയിൽ തന്നെയാണ് അവർ പരിഗണിക്കുക. പക്ഷെ ഇവിടെ രാമയുടെ അമ്മക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ? Okay, then okay, it should be made sure that the signature or the patient or his or her nearest relative is obtained in the specified form. ഇപ്പൊ ഇങ്ങനെ അവര് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടല്ലാതെ അല്ലെങ്കിൽ ട്രീറ്റിംഗ് ഫിസിഷ്യന്റെ അഡ്വൈസ് പ്രകാരം അല്ലാതെ അവർ സ്വന്തം ഇഷ്ടപ്രകാരം പോകുമ്പോൾ
ഇവിടെ നമ്മൾ ഡിസ്ചാർജ് അവർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ് അവരുടെ സ്പെസിഫിക് ഫോമിൽ അല്ലെ, അവരിങ്ങനെ സമ്മതം സ്പെസിഫിക് ആയിട്ടുള്ള AMA ഫോമുകളുണ്ട്. ആ ഒരു AMA സ്പെസിഫിക് ഫോമില് അവരുടെ ഒന്നില്ലെങ്കിൽ പേഷ്യന്റ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ പേഷ്യൻസിന് വയ്യ, പേഷ്യൻസിന് പറ്റുന്നില്ല എങ്കിൽ അവരുടെ വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള റിലേറ്റീവോ അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തി ആരാണോ അവര് കൃത്യമായിട്ട് ആ ഒരു കൺസേൺ ഫോം എന്ത് ചെയ്യണം, സൈൻ ചെയ്ത് കൊടുത്തിട്ട് വേണം പോവാനായിട്ട്. അത് നമ്മൾ ആ ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്നു, അവരുടെ പേഷ്യന്റിന്റെ റെക്കോർഡിന്റെ ഭാഗമായിട്ട്, മെഡിക്കൽ റെക്കോർഡുകളുടെ ഭാഗമായിട്ട് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യും. എന്തിനാണ് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നത്? ഈ ഒരു കൺസേൺ ലെറ്റർ അല്ലെങ്കിൽ ആ ഒരു AMA ഫോം സൈൻ ചെയ്ത് വാങ്ങുന്നത് എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? എന്തെങ്കിലും കാര്യമുണ്ടോ? വെറുതെ വാങ്ങുന്നതാണോ? എന്തിനാ വാങ്ങുന്നേ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്തെ? അതിലൂടെ എന്തിനാ വാങ്ങുന്നേ? പിന്നീട് ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റലിന് ഒരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല അല്ലെ? അതെ. പിന്നീട് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഈ ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട് വന്നാൽ അതിനെതിരെ നമുക്കൊരു എന്താണ് ഒരു പ്രൂഫായിട്ട് ഇവർക്ക് ഇത് കാണിക്കാൻ പറ്റും അല്ലെ? ഒരിക്കലും ഈ ഹോസ്പിറ്റലിൽ നിന്ന് അവർ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നീട് എന്ത് വന്നാലും അത് ആ ഹോസ്പിറ്റലിനെ ബാധിക്കുന്നില്ല. അതിൽ അവർ സ്വയം ഉത്തരവാദികളാണ് എന്നാണ് അവർ ആ ഒരു സൈൻ ചെയ്ത് കൊടുക്കുന്ന ഫോമിൽ അവർ സൈൻ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ എന്തൊരു ഇഷ്യൂ വന്നാലും അത് ആ ഹോസ്പിറ്റലിനെ ബാധിക്കുന്നില്ല. അപ്പൊ അതിനെതിരെ ഒരു പ്രൂഫായിട്ട് അതായത് എവിഡൻസ് ആയിട്ട് നമുക്കിത് വെക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? Against medical advisor. Okay. അടുത്തത് പറയുന്നത് ഡിക്ലറേഷൻ ബൈ ദ പേഷ്യന്റ്. ഡിക്ലറേഷൻ എന്താണ്? ഓക്കെ, അടുത്തതാണ് ഡിക്ലറേഷൻ ബൈ ദ പേഷ്യന്റ്. പേഷ്യൻസുമായി ബന്ധപ്പെട്ട് ഡിക്ലറേഷൻസ് അല്ലെങ്കിൽ പല പ്രഖ്യാപനങ്ങൾ നടത്താൻ വെച്ചാൽ ശരിക്കും നമ്മൾ മരണമൊഴികൾ എടുക്കാറില്ലേ? ചില പേഷ്യൻസിന്റെ മരണമൊഴികൾ എടുക്കാറില്ലേ? പോലീസ് വന്ന് എടുക്കാറില്ലേ? അപ്പൊ അങ്ങനെയുള്ള ഡിക്ലറേഷൻസ് ആണ്. അതായത് എനി പേഷ്യന്റ് ഹു വാണ്ട്സ് ടു മേക്ക് എ സ്റ്റേറ്റ്മെന്റ് ബിഫോർ ഹിസ് ഡെത്ത്, അവർ ആ ഒരു പേഷ്യന്റ് മരിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ അവരുടെ മരണത്തിന് മുൻപ് മൊഴിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു രോഗിയുടെയും കൃത്യമായിട്ട് അവരുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു മൊഴി നമുക്ക് രേഖപ്പെടുത്താം. അതെ, അതിന്റെ ക്രിമിനൽ ആയിട്ടുള്ള സൂയിസൈഡ് അറ്റംപ്റ്റ് അങ്ങനെയുള്ള എല്ലാ മിക്ക കേസുകളുടെയും നമ്മൾ ഇത് മരണമൊഴി രേഖപ്പെടുത്താറുണ്ട്. അപ്പൊ നമ്മൾ മരിക്കുന്നതിന് മുൻപ് ആ ഒരു രോഗിയുടെ മരണമൊഴി എടുക്കണമെങ്കിൽ അത് നമുക്ക് രേഖപ്പെടുത്താം. അങ്ങനെ ആരുടെയും അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ പ്രസൻസിൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ആരുടെയും ഇഷ്ടപ്രകാരം അത് ചെയ്യാൻ പറ്റില്ല. അതെന്ത് ചെയ്യും? ആ ഒരു മരണമൊഴി കൃത്യമായിട്ട് നമ്മൾ പേഷ്യൻസിന്റെ ഫയലില് റെക്കോർഡ് ചെയ്ത് വെക്കുകയും ചെയ്യും. ഇനിയും ഒരു എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു മൊഴി എടുക്കുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് എ മജിസ്ട്രേറ്റ്, ഒരു മജിസ്ട്രേറ്റിന്റെ പ്രസൻസ് അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യത്തിലായിരിക്കണം. ഇനി ചിലപ്പോ എല്ലായിടത്തും പോയി മജിസ്ട്രേറ്റിനെ പോയി മൊഴിയെടുക്കാൻ പോയി നിൽക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ? അവർക്ക് അവരുടേതായ ഡ്യൂട്ടിയും ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സമയത്ത് ഒരു മജിസ്ട്രേറ്റ് ഇല്ല, ആ ഒരു മജിസ്ട്രേറ്റിന്റെ അഭാവത്തിലാണെങ്കിൽ absence of a magistrate, the declaration can be recorded in the presence of 3 persons. ഈ ഒരു മൊഴി എടുക്കുന്നത് 3 വ്യക്തികളുടെ പ്രസൻസിലായിരിക്കും. അതിൽ ഒന്നാമത്തത് അവരെ ട്രീറ്റ് ചെയ്യുന്ന ഫിസിഷ്യന്റെ പ്രസൻസിൽ, രണ്ടാമത്തത് ഒരു നേഴ്സ് ഉണ്ടായിരിക്കണം, മൂന്നാമത്തത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഓർ ഹിസ് റെപ്രസെന്റേറ്റീവ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററോ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളോ. ഈ 3 വ്യക്തികളുടെയും സാന്നിധ്യത്തിലായിരിക്കണം പോലീസ് ആ ഒരു മൊഴി എടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ ആ ഒരു മരണത്തിന് മുൻപ് ഏത് രോഗിയുടെയാണോ മരണമൊഴി എടുക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് നമുക്ക് മൊഴിയെടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ മൊഴിയെടുക്കണമെങ്കിൽ അത് മൊഴിയെടുത്താൽ അത് കൃത്യമായിട്ട് ആ പേഷ്യൻസിന്റെ ഫയലിൽ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുകയും വേണം. അതോടൊപ്പം തന്നെ ഒരു മജിസ്ട്രേറ്റിന്റെ പ്രസൻസിലായിരിക്കണം ഈ ഒരു മൊഴി എടുക്കേണ്ടത്. ഇനി മജിസ്ട്രേറ്റ് ഇല്ല, മജിസ്ട്രേറ്റിന്റെ അഭാവമാണെങ്കിൽ മറ്റ് 3 വ്യക്തികളുടെ പ്രസൻസിലായിരിക്കണം ചെയ്യേണ്ടത്. ആ 3 വ്യക്തികളാണ് ആ ഒരു പേഷ്യന്റിനെ നമുക്ക് ട്രീറ്റ് ചെയ്യുന്ന ഫിസിഷ്യൻ, ഒരു നഴ്സ്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധിയായി വരുന്ന വ്യക്തി. ഇവരുടെ പ്രസൻസിലായിരിക്കണം ആ ഒരു മൊഴി എടുക്കേണ്ടത്.
അത് കൃത്യമായിട്ട് ആ ഒരു പേഷ്യന്റിന്റെ ഫയലിൽ രേഖപ്പെടുത്തി വെക്കുകയും വേണം. ക്ലിയർ ആണോ? ഡിക്ലറേഷൻ ബൈ ദ പേഷ്യന്റ്. ഓക്കെ. അടുത്തത് കംപ്ലീഷൻ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. ഒരു മെഡിക്കൽ റെക്കോർഡുകളുടെ പൂർത്തീകരണം എങ്ങനെയായിരിക്കും? The physicians have to complete the record before the discharge of a patient whenever possible. അതങ്ങനെ ചെയ്തിട്ട് ആരാണ് ആ ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡിസ്ചാർജിന് മുൻപായിട്ട് സാധ്യമാണെങ്കിൽ ഡിസ്ചാർജിന് മുൻപ് തന്നെ ആ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ പൂർത്തിയാക്കേണ്ടത്. ആരാ പൂർത്തിയാക്കേണ്ടത്? ഒരു നഴ്സോ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആണോ? അല്ല, ഫിസിഷ്യൻസ് ആണ്. അവരെ ട്രീറ്റ് ചെയ്യുന്ന ഫിസിഷ്യൻസ് ആണ് അവരുടെ മെഡിക്കൽ റെക്കോർഡുകൾ പൂർത്തിയാക്കേണ്ടത്. അത് സാധ്യമാണെങ്കിൽ അവരുടെ ഡിസ്ചാർജിന് മുൻപ് തന്നെ സാധ്യമാണെങ്കിൽ അത് ചെയ്തു വെക്കുകയും വേണം. ഇനി ചില സമയങ്ങളിൽ ഒരു ഫിസിഷ്യന് ചിലപ്പോ ഡിസ്ചാർജിന് മുൻപൊന്നും ചിലപ്പോൾ പൂർത്തിയാക്കാൻ പറ്റിയില്ലെന്ന്, കാരണം അതിനനുസരിച്ചുള്ള കേസുകളുടെ എണ്ണം വർദ്ധിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടോ ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്തവരാണ്. Otherwise, they have to visit the. ഇപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ they have to visit the medical record department continually to inspect all the discharge records for completion. ഇവിടെ ആ ഒരു അങ്ങനെ ഒരു ഡിസ്ചാർജിന് മുൻപ് അവിടെ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഈ ഫിസിഷ്യൻ നിരന്തരമായിട്ട് ആ ഒരു മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റുകൾ സന്ദർശിക്കേണ്ടതാണ്. അതിനനുസരിച്ച് ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട റെക്കോർഡുകളോ മറ്റു കാര്യങ്ങളും എല്ലാം വിശദമായിട്ട് പരിശോധിച്ച് ആ ഒരു റെക്കോർഡ് പൂർത്തിയാക്കേണ്ടതുമാണ്. And the patient record must not have been kept incomplete for more than 30 days. അത് ചോദിക്കാറുണ്ട് കേട്ടോ. എപ്പോഴും ഒരു പേഷ്യന്റ് റെക്കോർഡ് എന്ന് പറയുന്നത് ഒരിക്കലും എത്ര മോർ ദാൻ 30 days, ഒരു 30 ദിവസത്തിൽ കൂടുതൽ അത് ഇൻകംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ അത് അപൂർണമായിട്ട് സൂക്ഷിക്കാൻ പാടില്ല. അപ്പൊ 3 കാര്യങ്ങളാണ് പറയുന്നത്. സാധ്യമാണെങ്കിൽ ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതിന് മുൻപ് തന്നെ അവരുടെ റെക്കോർഡുകൾ പൂർത്തിയാക്കേണ്ടത് അവരെ ട്രീറ്റ് ചെയ്യുന്ന ഫിസിഷ്യൻ ആണ്. അത് ക്ലിയർ അല്ലേ? രണ്ടാമത് പറയുന്നത്, ഇനി അവർക്ക് അങ്ങനെ സാധിച്ചില്ല, ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് പൂർത്തിയാക്കാൻ പറ്റിയില്ല എങ്കിൽ ആ ഫിസിഷ്യൻ നിരന്തരമായിട്ട് ആ ഒരു മെഡിക്കൽ റിപ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് സന്ദർശിക്കുകയും അവരുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും പരിശോധിക്കുകയും എത്രയും വേഗം അത് പൂർത്തിയാക്കുകയും ചെയ്യണം. എപ്പോഴും ഒരു പേഷ്യന്റ് റെക്കോർഡുകള് 30 ദിവസത്തിൽ കൂടുതൽ അത് ഇൻകംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ അപൂർണമായിട്ട് സൂക്ഷിക്കാൻ പാടില്ല. അതിനു മുൻപ് നിർബന്ധമായിട്ടും അവർ ട്രീറ്റ് ചെയ്യുന്ന ഫിസിഷ്യൻസ് അത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എന്താണ് ഇന്നൊരു റിപ്ലൈ ഒക്കെ ഒന്ന് സ്ലോ ആയല്ലോ? ക്ലിയർ ആവുന്നില്ലേ? ഡൗട്ട്സ് എന്തെങ്കിലും വരുന്നുണ്ടോ? അതാണ് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? അതാണ് ഒരു റിപ്ലൈ ഒന്നും ഇല്ലാത്ത. ഓക്കെ ആണ്. ഓക്കെ. അടുത്തത് കോഡിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. നമുക്കറിയാം ഈ മെഡിക്കൽ റെക്കോർഡ്സ് എപ്പോഴും നോട്ട് ചെയ്യുകയാണ്. ഓക്കെ. അപ്പൊ കോഡിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് എപ്പോഴും കോഡുകൾ രൂപേണയാണ് നമ്മൾ കൂടുതലും മെഡിക്കൽ റെക്കോർഡ്സുകളിൽ ഓരോ കാര്യങ്ങളും രേഖപ്പെടുത്തി വെക്കുന്നത്. So all the patient records that include in outpatient and inpatient cases have to code according to the latest international classification of diseases and operations. So എല്ലാ patient records അതിപ്പോ ഔട്ട്പേഷ്യന്റിലെ ആണെന്നൊന്നുമില്ല, ഇൻപേഷ്യൻസിന്റെ അങ്ങനെ ഔട്ട്പേഷ്യന്റിന്റെയും ഇൻപേഷ്യൻസിന്റെയും കേസുകളുടെ എല്ലാ കേസുകളുടെയും പേഷ്യന്റ് റെക്കോർഡുകള് കൃത്യമായിട്ട് കോഡ് ചെയ്ത് നമ്മൾ സൂക്ഷിക്കും. അതിനുവേണ്ടി ഏറ്റവും പുതിയതായിട്ടുള്ള ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് ആൻഡ് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ആ ഒരു പുതിയതായിട്ടുള്ള ഒരു കോഡ് ഉപയോഗിച്ചാണ് നമ്മൾ കോഡ് ചെയ്തിരിക്കുന്നത്. Change of healthcare diagnosis, procedures, medical services and equipment into universal medical alphanumeric codes. അപ്പൊ ഇവിടെ വരുന്ന ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട എന്തൊക്കെ രോഗനിർണയങ്ങൾ നമ്മൾ ചെയ്തു, അവർക്ക് എന്തൊക്കെ പ്രൊസീജിയറുകൾ കൊടുത്തു, എന്തൊക്കെ മെഡിക്കൽ സർവീസുകളാണ് നമ്മൾ അവർക്ക് കൊടുത്തിരിക്കുന്നത്, എന്തൊക്കെ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് മുതലായ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മുടെ യൂണിവേഴ്സലി അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സൽ ആയിട്ടുള്ള അല്ലെങ്കിൽ യൂണിവേഴ്സലി അംഗീകൃതമായിട്ടുള്ള ആൽഫ ന്യൂമെറിക് കോഡ്സ് ഉപയോഗിച്ചാണ് നമ്മൾ കോഡ് ചെയ്യുന്നത്. ആൽഫ ന്യൂമെറിക് കോഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്തിന്റെയൊക്കെ കോമ്പിനേഷൻ ആയിരിക്കും? എന്തിനൊക്കെ ആയിരിക്കും?
ആൽഫ ന്യൂമറിക്. ഈ ഒരു വേർഡ് വേറെ എവിടെയെങ്കിലും പഠിച്ചോ? ആൽഫബറ്റ്സും നമ്പറും അല്ലെ? മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ആൽഫബറ്റ്സും നമ്പറും, ലെറ്റേഴ്സും നമ്പറും ഒരുമിച്ച് കമ്പൈൻ ചെയ്യുന്ന ആൽഫ ന്യൂമറിക് കോഡുകളിലൂടെയാണ് നമ്മൾ ഇവർക്ക് കൊടുത്ത സർവീസുകളെ കുറിച്ച്, അവർക്ക് കൊടുത്ത എക്യുപ്മെന്റ്സുകൾ എന്തൊക്കെ ഉപയോഗിച്ചു, അവർക്ക് എന്തൊക്കെ ഡയഗ്നോസിസ് ചെയ്തു, എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ എടുത്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് ആൽഫ ന്യൂമറിക് കോഡുകളുടെ രൂപത്തിലാണ്. അതിനുവേണ്ടി ഏറ്റവും പുതിയതായിട്ടുള്ള ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് ആൻഡ് ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട ഈ ആൽഫ ന്യൂമറിക് കോഡുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്രയും മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അവിടെയുള്ള ഔട്ട് പേഷ്യന്റ് ആണെങ്കിലും ഇൻപേഷ്യൻസ് ആണെങ്കിലും അവരുമായി ബന്ധപ്പെട്ട എല്ലാ പേഷ്യന്റ് ഫയലുകളും റെക്കോർഡുകളും കൃത്യമായിട്ട് നമ്മൾ കോഡ് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട്. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കി നമ്മൾ പിന്നീട് പഠിച്ചോളൂ കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഇനി അടുത്തത് മിസ്സിംഗ് റെക്കോർഡുകൾ. അപ്പൊ ചില റെക്കോർഡുകൾ ചിലപ്പോ നമ്മളാണെങ്കിലും ചില ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ നമ്മുടെ ആ ഒരു റെക്കോർഡ് അവിടെ ചിലപ്പോ കാണില്ല, ഇല്ലേ? അങ്ങനെ ഇവിടെ കാണുന്നില്ല എന്നൊക്കെ ചിലപ്പോ നമ്മൾ എപ്പോഴെങ്കിലും ചിലപ്പോ നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ അത് ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. നമ്മുടെ റെക്കോർഡുകൾ കാണാതാവുക, ഹോസ്പിറ്റലിൽ നിന്ന് ചിലപ്പോ മിസ്സായി പോകുക. അപ്പൊ അങ്ങനെ ഒരു മിസ്സിംഗ് റെക്കോർഡുകൾ ഉണ്ടെങ്കിൽ some percentage of files do not find the specific place where they have assumed to be. അതായത് ചില ഫയലുകള് ചിലപ്പോൾ നമ്മുടെ ഒരു സ്പെസിഫിക് പ്ലേസിലായിരിക്കും അല്ലെ? ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ടല്ലോ ഓരോരോ ഫയലുകള് റെക്കോർഡ് കൃത്യമായിട്ട് ഷെൽഫ് ചെയ്ത് വെക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെ സ്പെസിഫിക് പ്ലേസിലായിരിക്കും നമ്മുടെ ആ ഓരോ റെക്കോർഡുകള് ആ ഒരു നമ്പർ പ്രകാരം വെച്ചിരിക്കാം. ആ ഒരു സ്പെസിഫിക് പ്ലേസിൽ നമ്മൾ അവ ഉണ്ടെന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ അനുമാനിക്കുന്ന ആ ഒരു ഇടത്ത് ചിലപ്പോ ആ ഒരു ഫയല് നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് വിചാരിക്കും. അപ്പൊ ആ ഒരു ഫയൽ കണ്ടെത്താൻ സാധിച്ചില്ല എങ്കിൽ this could be owing to not receiving, not keeping in proper place, unproven. ഇത് എന്ത് കാരണം കൊണ്ടായിരിക്കും ചിലപ്പോൾ അത് കാണാനില്ല അവിടെ എന്തുകൊണ്ടായിരിക്കും അത് അവിടെ കാണാത്തത്? പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും അല്ലെ? എന്തുകൊണ്ടായിരിക്കാം? ചിലപ്പോ ഈ ഒരു നമ്മുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് നമ്മുടെ ആ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ കൺസൾട്ടേഷനുമായി ബന്ധപ്പെട്ട് ചിലപ്പോ ആ ഒരു ഡോക്ടറുടെ റൂമിലേക്ക് ഈ ഒരു ഫയൽ കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് തിരിച്ച് എടുക്കാത്തത് കൊണ്ടാവാം, ഇല്ലേ? അല്ലെങ്കിൽ ഒരു ഫാർമസി കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് തിരിച്ചെടുക്കാത്തത് കൊണ്ട് ഇവിടെ നോക്കി നമ്മൾ കാണുമോ? അത് കാണില്ല അല്ലെ? അത് അവിടെ ഇരിക്കുമായിരിക്കില്ലേ? അപ്പൊ നമുക്ക് ഈ ഒരു ചിലപ്പോ ഒരു ഫയൽ നോക്കിയാൽ കാണാൻ പറ്റില്ല. അതാണ് നോട്ട് റിസീവിംഗ് എന്ന് പറയുന്നത്. നോട്ട് കീപ്പിംഗ് ഇൻ പ്രോപ്പർ പ്ലേസ്, ശരിയായിട്ടുള്ള സ്ഥലത്ത് വെക്കാത്തത് കൊണ്ടായിരിക്കും അല്ലെ? ആ ഒരു കൃത്യമായിട്ട് ഓർഡർ ഫോളോ ചെയ്യാതെ വേറെ ഏതെങ്കിലും ഷെൽഫിലോ റാക്കിലോ കൊണ്ടുപോയി വെച്ചത് കൊണ്ടാവാം, ഇല്ലേ? അൺപ്രോവൻലി ഫയലിംഗ്, തെറ്റായ രീതിയിൽ ഫയൽ ചെയ്ത് നമ്പർ കൊടുത്ത് വെച്ചത് കൊണ്ടാവാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു ഫയല് മിസ്സായി പോവാം. സോ ഇൻ സച്ച് സർക്കംസ്റ്റാൻസസ്, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു അവസ്ഥ വരുന്ന സമയത്ത് when a patient attends either for outpatient or inpatient service, it will be difficult to provide treatment without a patient record. എന്താ? അപ്പൊ ഇങ്ങനെ ഒരു പേഷ്യന്റ് വന്ന് നിൽക്കാണ്, അവർക്ക് ഒന്നില്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ആയിട്ട് ഒരു സർവീസിന് വേണ്ടി വന്നതാവാം, അല്ലെങ്കിൽ ഇൻപേഷ്യന്റ് സർവീസുകൾക്ക് വേണ്ടി ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ട്. അപ്പൊ അവരിങ്ങനെ വന്ന് അവരുടെ ഫയല് തിരക്കിയപ്പോ അവിടെ നമ്മുടെ ഫയല് കാണാനില്ല. അങ്ങനെ ഫയല് കാണാനില്ല എങ്കിൽ അവർക്കുള്ള ആ ഒരു പേഷ്യന്റ് റെക്കോർഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടല്ലേ? അല്ലെ? ഒരു കണ്ടിന്യൂവേഷനുമായി ബന്ധപ്പെട്ട് വന്നതാണ് എങ്കിൽ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ബുദ്ധിമുട്ടാവില്ലേ? ഈ ഒരു പേഷ്യന്റ് റെക്കോർഡ് കണ്ടുപിടിച്ചില്ല എങ്കിൽ ആവും അല്ലെ? സോ ആ ഒരു സന്ദർഭത്തില് നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് ഓഫീസർക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റൊരു കാര്യമുള്ളൂ, might be able to get back them later. അവർക്ക് ചിലപ്പോൾ പിന്നീട് അത് അവർ കണ്ടുപിടിച്ച് തിരികെ കൊണ്ടുവരുമായിരിക്കും. പക്ഷെ ആ ഒരു പ്രസന്റ് സിറ്റുവേഷൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മുടെ കയ്യിൽ ഫയലില്ല. അത് പോയി കണ്ടുപിടിച്ച് കൊണ്ടുവരാനായിട്ട് കുറച്ച് സമയം എടുക്കും അല്ലെ? അതുകൊണ്ട് തന്നെ but at this stage the only opinion left for him to create a duplicate record and with a similar number and with all earlier ID data. നമ്മൾ ഇത് എന്ത് ചെയ്യാറുണ്ട്? കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യാറുണ്ട്, ഇല്ലേ? മെഡിക്കൽ റെക്കോർഡ്സ് ഇലക്ട്രോണിക്കലി സ്റ്റോർ ചെയ്ത് വെക്കാറില്ലേ? അപ്പൊ അതിന് പകരം ഇവർക്ക് പെട്ടെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നെന്ന് പറയുന്നത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഡേറ്റ റെക്കോർഡ് നമുക്ക് കൊടുക്കുന്നു. അതായത് ഇതേ സിമിലർ നമ്പർ ഉള്ള അവരുടെ മുൻപുള്ള എല്ലാ ID ഡേറ്റാസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുകയോ സൃഷ്ടിക്കുകയും അതുപയോഗിച്ച് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ അല്ലെ?
കാരണം ഒരു ഒറിജിനൽ ആയിട്ടുള്ള ഫയൽ മിസ്സിംഗ് ആണ്. ആ ഒരു സമയത്ത് ഒരു മെഡിക്കൽ റെക്കോർഡ് ഓഫീസർക്ക്, MRO എന്ന് പറഞ്ഞ മെഡിക്കൽ റെക്കോർഡ് ഓഫീസറാണ്, അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്. The duplicate record should be kept by the MRO without filing and properly should trace out the original records and combine all this form of duplicate record into original record and then the record must be filed. ഇവിടെ ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് നമ്മൾ ഉണ്ടാക്കി, MRO ഓൾറെഡി എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് അവർക്ക് ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുത്തു. എന്നാൽ പോലും ഇവർ ഒരിക്കലും ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ഫയൽ ചെയ്ത് വെക്കുന്നില്ല. മറിച്ച് ഇവരെന്താ ചെയ്യുക, ആദ്യത്തെ ഒറിജിനൽ റെക്കോർഡ് എവിടെയാണെന്ന് കൃത്യമായിട്ട് ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കും. അങ്ങനെ കണ്ടുപിടിച്ച് കഴിയുമ്പോ ഈ പറയുന്ന ഒറിജിനൽ റെക്കോർഡിലേക്ക് ഈ പുതിയതായിട്ട് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത റെക്കോർഡുകളിൽ അവർക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുമല്ലോ. പിന്നീട് അതായത് അന്ന് അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ കൊടുത്തു എന്നാൽ പുതിയ ഇൻഫർമേഷൻസ് ഉണ്ടാവില്ലേ? പുതിയ ഇൻഫർമേഷൻസ് ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡിലായിരിക്കില്ലേ? കാരണം പഴയ റെക്കോർഡ് നമുക്ക് ഇപ്പോഴാണ് കിട്ടിയിരിക്കുന്നത്. മനസ്സിലായോ മിസ് പറയുന്നേ? മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡില് അവർക്ക് പുതിയതായിട്ട് എന്തൊക്കെ ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ എന്തെങ്കിലും മെഡിസിൻസോ കാര്യങ്ങളോ ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഇതിനോടൊപ്പം ആ ഇൻഫർമേഷൻസ് ഇതിനോടൊപ്പം ഒറിജിനൽ റെക്കോർഡിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്ത് വെക്കുകയും ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് അപ്പൊ നമ്മൾ ആ ഒരു ഒറിജിനൽ റെക്കോർഡിന്റെ കൂടെ ആവശ്യമായ ഇൻഫർമേഷൻസ് ഉൾപ്പെടുത്തി കമ്പൈൻ ചെയ്ത് വെക്കുകയും അതിനുശേഷം അത് ഫയൽ ചെയ്യുകയും ചെയ്യും. ഒരിക്കലും ഈ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ഒരിക്കലും ഒരു MRO ഓഫീസർ ഫയൽ ചെയ്യില്ല. മറിച്ച് ആദ്യത്തെ നമ്മുടെ ഒറിജിനൽ റെക്കോർഡ് എവിടെയാണോ എന്ന് കൃത്യമായിട്ട് കണ്ടെത്തി അതുകൊണ്ട് വന്ന് അതിലേക്ക് ഈ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡിലുള്ള പുതിയ ഇൻഫർമേഷൻസ് കമ്പൈൻ ചെയ്ത് വെച്ചതിന് ശേഷമായിരിക്കും ആ ഒരു റെക്കോർഡ് എന്ത് ചെയ്യുന്നത്, ഫയൽ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ മിസ്സിംഗ് റെക്കോർഡ് എന്ന് പറഞ്ഞാല് ചിലപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരിടത്ത് ചിലപ്പോൾ ആ ഒരു ഫയല് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ അവിടെ മിസ്സിംഗ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഫയൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ആ ഒരു ഫയല് ചിലപ്പോ ഒന്നില്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തിട്ട് തിരിച്ചെടുക്കാൻ മറന്നുപോയിട്ടാവാം, അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ ഫയൽ ചെയ്ത് വെച്ചത് കൊണ്ടാവാം, അല്ലെങ്കിൽ തെറ്റായ ഷെൽഫുകളിലോ റാക്കുകളിലോ കൊണ്ടുപോയി ശരിയായ സ്ഥലത്ത് വെക്കാത്തത് കൊണ്ടാവാം. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരു ഔട്ട് പേഷ്യന്റ് സർവീസിനോ അല്ലെങ്കിൽ ഒരു ഇൻപേഷ്യന്റ് സർവീസിനോ വേണ്ടി ഒരു പേഷ്യന്റ് വരുമ്പോ അവരുടെ ഈ ഒറിജിനൽ റെക്കോർഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് ഒരു MRO ഓഫീസറിന് ആ സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അവരുടെ ആ ഒരു റെക്കോർഡിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിലൂടെ അവർക്ക് നല്ല ട്രീറ്റ്മെന്റും കാര്യങ്ങളും കൊടുക്കും. എന്നാൽ പോലും ഈ MRO ഓഫീസർ ഈ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ഫയൽ ചെയ്യാതെ ഒറിജിനൽ ഫയൽ കണ്ടെത്തുകയും അതിലേക്ക് പുതിയ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡുകളിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് കമ്പൈൻ ചെയ്ത് വെച്ചുകൊണ്ടായിരിക്കും ആ ഒറിജിനൽ റെക്കോർഡ് ആയിരിക്കും ഫയൽ ചെയ്യുക. ക്ലിയർ ആണോ? മിസ്സിംഗ് റെക്കോർഡുകള് മെഡിക്കൽ റെക്കോർഡ് ഒറിജിനൽ അല്ല, മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ കേട്ടോ, മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ MRO. ഓക്കെ, ക്ലിയർ ആണോ? മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ ആണ്. ലാസ്റ്റ് പോയിന്റോ? ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ്. ഇപ്പൊ MROന്റെ കയ്യിലിരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് അല്ലേ, നമ്മൾ രണ്ടാമത് ഉണ്ടാക്കിയ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് അല്ലേ. ആ ഒരു റെക്കോർഡ് അവർ ഫയൽ ചെയ്ത് വെക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ആ കാണാതെ പോയിട്ടുള്ള ഒറിജിനൽ റെക്കോർഡില്ലേ അത് ആ ഹോസ്പിറ്റലിൽ തന്നെ എവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പൊ അത് കണ്ടെത്തി എന്ത് ചെയ്യുന്നു, അത് കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് ഈ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡില് എന്തൊക്കെ കാര്യങ്ങളാണോ പുതിയതായിട്ടുള്ള ഇൻഫർമേഷൻസ് ആ പേഷ്യന്റുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നേ അതുകൂടി കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ഒരുമിച്ചായിരിക്കും അത് എന്ത് ചെയ്യുന്നത്, ഫയൽ ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ഫയൽ ചെയ്തവരെ MRO വെക്കില്ല, മറിച്ച് ആ ഒറിജിനൽ റെക്കോർഡ് കണ്ടെത്തി അതിലേക്ക് ഈ ഇൻഫർമേഷൻസ് കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ഫയൽ ചെയ്ത് വെക്കാം. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് പേഷ്യന്റ് ഹാവിംഗ് മൾട്ടിപ്പിൾ റെക്കോർഡ്സ്. ഒരു പേഷ്യന്റിന് മൾട്ടിപ്പിൾ റെക്കോർഡുകൾ വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും? ജനറലി ഈച്ച് പേഷ്യന്റ് ഷുഡ് ഹാവ് വൺ റെക്കോർഡ് ആൻഡ് വൺ നമ്പർ. പൊതുവായിട്ട് ശരിക്കും നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരു പേഷ്യന്റിനും ഒരു റെക്കോർഡും ഒരു നമ്പറും ആണ് തരിക അല്ലെ. നമ്മളെപ്പോ പോകുമ്പോൾ ആ റെക്കോർഡും നമ്പറും വെച്ച് തന്നെയല്ലേ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ.
അല്ലെ? ഒരു പ്രാവശ്യം രജിസ്ട്രേഷൻ കഴിഞ്ഞു, നമുക്കൊരു റെക്കോർഡും ഒരു നമ്പറും തന്നാല് അത് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുക, അല്ലെ? സോ ഡ്യൂ ടു ഇംപ്രോപ്പർ സിസ്റ്റം, ഒരു ശരിയായ രീതിയിലുള്ള ഒരു സംവിധാനമില്ലായ്മ അല്ലെങ്കിൽ കെയർലെസ്നെസ്, അശ്രദ്ധ മൂലമോ ആ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരുടെ അശ്രദ്ധ മൂലമാവാം, അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള ഒരു ശരിയായ രീതിയിലുള്ള വ്യക്തമായിട്ടുള്ള ഒരു സംവിധാനം അവിടെ ഇല്ലാത്തത് കൊണ്ടാവാം. പേഷ്യൻസ് may have more than one record. ചിലപ്പോൾ ആ പേഷ്യൻസിന് ഒന്നിൽ കൂടുതൽ റെക്കോർഡുകൾ ചിലപ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്തെന്ന് വരാം. Then in that circumstances, it becomes compulsory to retain one record by cancelling others. അപ്പൊ ഈ ഒരു സിറ്റുവേഷനില് എപ്പോഴും നിർബന്ധമായിട്ടും ഒരു റെക്കോർഡ് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, റീറ്റെയിൻ ചെയ്യാൻ നിലനിർത്താൻ പാടുള്ളൂ. ബാക്കിയുള്ളവയൊക്കെ ക്യാൻസൽ ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട്. The suitable procedure are to retain a record as a priority. അപ്പൊ ഇവിടെ ഇപ്പൊ ഒന്നിൽ കൂടുതൽ റെക്കോർഡുകൾ ഒരു പേഷ്യന്റിന് ആ ഒരു മെഡിക്കൽ റെക്കോർഡ് MRD എന്ന് പറഞ്ഞ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിനാണ് കേട്ടോ. അറിയാത്തവരാണെങ്കിൽ ഒന്ന് എഴുതി വെക്കണേ, MRD മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അവിടുത്തെ സ്റ്റാഫുകള് അവര് അശ്രദ്ധ മൂലമോ ഒക്കെ ചിലപ്പോ ഒന്നോ രണ്ടോ പേഷ്യന്റ് റെക്കോർഡുകൾ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പേഷ്യന്റ് റെക്കോർഡുകൾ ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്തിരുന്നത്. ചിലപ്പോൾ അവർക്ക് പുതിയതായിട്ട് വരുന്ന സ്റ്റാഫ് ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് അറിയില്ലായ്മ കൊണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടാവും. അപ്പൊ അങ്ങനെ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഏത് റെക്കോർഡ് നിലനിർത്തണം എന്നുള്ളതിന് കുറച്ച് പ്രയോറിറ്റീസ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഒരു പേഷ്യന്റിന് അവരുടെ അശ്രദ്ധ മൂലം ഒരു 3 റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ ആ ഒരു 3 റെക്കോർഡും ഒരിക്കലും നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല. അതില് ഒരു റെക്കോർഡ് മാത്രമേ നിർബന്ധമായിട്ട് നിലനിർത്താൻ പറ്റുള്ളൂ. ബാക്കി 2 എണ്ണം എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്ത് കളയണം. അപ്പൊ അതില് ഏത് റെക്കോർഡ് നിലനിർത്തണം, ഏതൊക്കെ ക്യാൻസൽ ചെയ്യണം എന്നത് തീരുമാനിക്കുന്നത് ഈ പ്രയോറിറ്റി അനുസരിച്ചാണ്. വിച്ച് ഈസ് മെഡിക്കോ ലീഗൽ ഇൻ നേച്ചർ. ഒന്നാമത്തെ മുൻഗണന കൊടുക്കുന്നത് അതിൽ ഏത് റെക്കോർഡാണ് മെഡിക്കോ ലീഗൽ കേസുകൾ അല്ലെങ്കിൽ മെഡിക്കോ ലീഗൽ നേച്ചറുള്ള റെക്കോർഡുകൾ ഏതെങ്കിലും ഉണ്ടോ, അല്ലെ? അതൊരു ലീഗൽ പരമാണ്, നിയമപരമായിട്ടുള്ള വശം അതിനുള്ളത് കൊണ്ട് അത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആ ഉള്ളതില് മെഡിക്കൽ ലീഗൽ നേച്ചറിലുള്ളവയുണ്ടെങ്കിൽ അതിനാണ് ആദ്യത്തെ മുൻഗണന കൊടുക്കുന്നത്, അതായിരിക്കും നിലനിർത്തുകയും ചെയ്യുന്നത്. മനസ്സിലായോ? ഒന്നാമത്തെ പ്രയോറിറ്റി മെഡിക്കോ ലീഗൽ നേച്ചറിലുള്ള റെക്കോർഡുകൾക്കാണ്. രണ്ടാമത് സെക്കൻഡ് വൺ ഒബ്സ്റ്ററ്റിക്സ് റെക്കോർഡ്. എന്താണ് ഒബ്സ്റ്ററ്റിക്സ്? പ്രസവ ചികിത്സയുമായി ബന്ധപ്പെട്ട രേഖകൾ, അല്ലെ? ആ ഒരു പ്രഗ്നൻസി, പ്രസവവുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രസവ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകൾ ഉണ്ടെങ്കിൽ ആ ഉൾപ്പെട്ടിട്ടുള്ള റെക്കോർഡിനാണ് രണ്ടാമത്തെ പ്രിഫറൻസ് കൊടുക്കുന്നത്. മൂന്നാമത്തത് തേർഡ്ലി അഡ്മിറ്റഡ് റെക്കോർഡ്. നമ്മൾ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതുമായി ബന്ധപ്പെട്ടുള്ള റെക്കോർഡുകളാണെങ്കിൽ അതിന് മൂന്നാമത്തെ പ്രിഫറൻസ് കൊടുക്കുന്നു. നാലാമത്തെ പ്രയോറിറ്റീസ് ഓൾഡസ്റ്റ് റെക്കോർഡ്. നാലാമത്തെ പ്രയോറിറ്റിയാണ് പഴയ റെക്കോർഡുകൾക്ക് കൊടുക്കുക. സോ ഈ ഒരു 4 പ്രയോറിറ്റി അനുസരിച്ച് ഇതിൽ ഓരോന്നും വരുന്നുണ്ടോ? ഇപ്പൊ ഫസ്റ്റ് വന്നപ്പോ ഒരു മെഡിക്കോ ലീഗൽ നേച്ചർ ഉള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ അവിടെ നിലനിർത്തും, മറ്റുള്ളവ ക്യാൻസൽ ചെയ്യും. ഇനി ചിലപ്പോ മറ്റുള്ളവർ എല്ലാവർക്കും ഇതേ രീതിയിൽ എല്ലാം വരണമെന്നില്ലല്ലോ. ഇപ്പൊ ഒബ്സ്റ്ററ്റിക് റെക്കോർഡ് ആണെങ്കിൽ അവർക്ക് അതായിരിക്കും കുറച്ചുകൂടി പ്രിഫറൻസ് കൊടുക്കുക. അതുപോലെ തന്നെ അഡ്മിറ്റഡ് ആയിട്ടുള്ള റെക്കോർഡുകളാണ് ഉള്ളതെങ്കിൽ അതിനായിരിക്കും പ്രിഫറൻസ് കൊടുക്കുക. ആ ഒരു ഓൾഡ് റെക്കോർഡിനേക്കാളും പ്രിഫറൻസ് അതിനായിരിക്കും. അപ്പൊ ആ ഒരു മുൻഗണനാ ക്രമത്തിലായിരിക്കും നമ്മൾ ഓരോ റെക്കോർഡുകളും അവിടെ നിലനിർത്തുന്നതും മറ്റുള്ളവ ക്യാൻസൽ ചെയ്യും. Then the remaining records must be cancelled. ആ ഒരു റിമൈനിങ് ആയിട്ടുള്ള റെക്കോർഡുകളൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. And given a close reference numbers and bring all documents that include the investigation into the retained record. അതായത് ഇവിടെ നമ്മൾ മറ്റുള്ള റെക്കോർഡുകൾ ക്യാൻസൽ ചെയ്യുമ്പോൾ അതിന് കുറച്ച് ഇൻഫർമേഷൻസ് കാര്യങ്ങൾ ഉണ്ടാവില്ലേ? ആ ക്യാൻസൽ ചെയ്യുന്ന റെക്കോർഡുകളിൽ ഇൻഫർമേഷൻസ് ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഉണ്ടാകും. അപ്പൊ അത് കളയാൻ പാടുണ്ടോ? ആ ഇൻഫർമേഷൻസ് കളയാൻ പാടുണ്ടോ? ഇല്ല, അല്ലെ? അപ്പൊ നമ്മൾ നിലനിർത്തുന്ന റെക്കോർഡിലേക്ക് ഈ പറയുന്ന അവരുടെ പരിശോധിച്ചതിന്റെയോ അല്ലെങ്കിൽ പലതരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്തതിന്റെയോ ഒക്കെ റിപ്പോർട്ടോ കാര്യങ്ങളോ ഒക്കെ ഈ ക്യാൻസൽ ചെയ്യുന്ന റെക്കോർഡിൽ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? ഈ നിലനിർത്തുന്ന റെക്കോർഡിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം, അല്ലെ? അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്രോസ് റെഫറൻസ് നമ്പർ വെക്കാൻ. ഈ ക്യാൻസൽ ചെയ്ത റെക്കോർഡില്ലേ
അതിന് മുകളിലെ അതിന്റെ സൈഡിൽ അല്ലെങ്കിൽ ആ ഒരു റെക്കോർഡിന് മെയിൻ റെക്കോർഡിന്റെ ഇന്ന റെക്കോർഡ് അത് ഇന്ന ക്യാൻസൽ ചെയ്ത റെക്കോർഡിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ഈ റെക്കോർഡിലാണുള്ളത് എന്നൊരു ക്രോസ് റെഫറൻസ് നമ്പർ കൊടുക്കാം. നമുക്ക് ചിലതിൽ കാണാറില്ലേ, ഇന്ന സ്ഥലത്ത് ചെന്ന് നോക്കിയാൽ നമുക്ക് ഇന്നത് കാണാൻ പറ്റും എന്നൊക്കെ ഒരു റെഫറൻസ് ഐഡികൾ കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? ഒരു ലിങ്ക് കൊടുക്കുന്നത് പോലെ. അങ്ങനെ ഈ പറയുന്ന ക്യാൻസൽ ചെയ്ത റെക്കോർഡുകളിലുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഇനി മുതൽ ഇന്ന റെക്കോർഡിലായിരിക്കും ഉണ്ടായിരിക്കുക എന്നൊരു ക്രോസ് റെഫറൻസ് നമ്പർ വെച്ചിട്ട് അതിലേക്ക് നിലനിർത്തുന്ന ഫയലിലേക്ക് എല്ലാ തരത്തിലും ക്യാൻസൽ ചെയ്യുന്ന എല്ലാ റെക്കോർഡുകളുടെയും ഇൻഫർമേഷൻസ് മാറ്റി അതിനുശേഷം മാത്രമേ ഈ റെക്കോർഡുകൾ ക്യാൻസൽ ചെയ്യാൻ പാടുള്ളൂ. ക്ലിയർ ആണോ? ഒരു മൾട്ടിപ്പിൾ റെക്കോർഡുകൾ ഉണ്ടെങ്കിൽ അത് ശരിക്കും ഒരു പേഷ്യന്റിൽ ഒരു റെക്കോർഡും ഒരു നമ്പറും മാത്രമാണ് പാടുള്ളത്. പക്ഷെ ചിലപ്പോൾ ആ ഒരു മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളുടെ അശ്രദ്ധ മൂലമോ അല്ലെങ്കിൽ ശരിക്കും നല്ല രീതിയിലുള്ള ഒരു സിസ്റ്റം അവിടെ ഇല്ലാത്തത് കൊണ്ടോ ഒക്കെ പല റെക്കോർഡ് ഒന്നിൽ കൂടുതൽ റെക്കോർഡുകൾ ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്തത് വരാം. അപ്പൊ ആ സമയത്ത് നിർബന്ധമായിട്ട് ഒരു റെക്കോർഡ് മാത്രമേ നമുക്ക് കമ്പൽസറി ആയിട്ട് നിലനിർത്താൻ പാടുള്ളൂ, മറ്റുള്ളവ ക്യാൻസൽ ചെയ്യണം. അത് ക്യാൻസൽ ചെയ്യുന്നതിനുള്ള പ്രയോറിറ്റീസ് അല്ലെങ്കിൽ മുൻഗണനകളാണ് പറഞ്ഞത്. ഈ മുൻഗണനകൾ അനുസരിച്ചായിരിക്കും ഏത് റെക്കോർഡ് നിലനിർത്തണമെന്ന് തീരുമാനിക്കുന്നത്. ഇനി ക്യാൻസൽ ചെയ്യുന്ന റെക്കോർഡുകളിലെ ഇൻഫർമേഷൻസ് ഈ നിലനിർത്തുന്ന ആ ഒരു റെക്കോർഡിലേക്ക് എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്ത് കൊടുക്കുകയും അതിനനുസരിച്ച് ഒരു ക്രോസ് റെഫറൻസ് നമ്പർ എന്ത് ചെയ്യുന്നു ഇതിനോടൊപ്പം ചേർക്കുകയും ഈ ക്യാൻസൽ ചെയ്യുന്ന റെക്കോർഡുകളിലുള്ള എല്ലാ ഇൻഫർമേഷൻസും ഇന്ന ഫയലിൽ അല്ലെങ്കിൽ ഇന്ന റെക്കോർഡിലാണുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എന്താണ് റിപ്ലൈ ചെയ്യാത്തെ? ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്തതാണ് സപ്ലൈ ഓഫ് റെക്കോർഡ്സ്. അതായത് റെക്കോർഡ് മെഡിക്കൽ റെക്കോർഡുകളുടെ വിതരണം എങ്ങനെ വിതരണം ചെയ്യാം? മെഡിക്കൽ റെക്കോർഡുകൾ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമോ? നമുക്ക് ഒരു മെഡിക്കൽ റെക്കോർഡ് എല്ലാവർക്കും വിതരണം ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ? ആ ഒരു മെഡിക്കൽ റെക്കോർഡ് വിതരണം ചെയ്യേണ്ടത് ഒരു അംഗീകൃതമായിട്ടുള്ള അല്ലെങ്കിൽ അംഗീകാരം കിട്ടിയിട്ടുള്ള കുറച്ച് വ്യക്തികൾക്ക് മാത്രമേ പറ്റൂ, കൊടുക്കാൻ പാടുള്ളൂ അല്ലെ? അത് തന്നെ ഇവിടെയും പറയുന്നത്. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ടു സപ്ലൈ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ടു ഓതറൈസ്ഡ് പേഴ്സൺസ്. അല്ലെ? അംഗീകൃതമായിട്ടുള്ള വ്യക്തികൾക്ക് മാത്രം, അനുവാദമുള്ള വ്യക്തികൾക്ക് മാത്രമേ ഒരു മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഈ മെഡിക്കൽ റെക്കോർഡുകൾ വിതരണം ചെയ്യാൻ പാടുള്ളൂ. അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? ആ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിനാണ്. ആ ഒരു മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു മെഡിക്കൽ റെക്കോർഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെ ഉത്തരവാദിത്തത്തിലാണ് കൊടുക്കുന്നത്? ആ ഒരു മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തത്തിൽ അംഗീകരിക്കപ്പെട്ട ആളുകൾക്ക് മാത്രമേ അത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി എല്ലാ സിറ്റുവേഷൻസിലും നമുക്ക് കൊടുക്കാൻ പാടില്ല. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് അംഗീകൃതമായിട്ടുള്ള വ്യക്തികൾക്ക് ഈ മെഡിക്കൽ റെക്കോർഡുകൾ കൊടുക്കാൻ പറ്റുന്നത്? അതാണ് താഴെ പറഞ്ഞിരിക്കുന്ന 4 പോയിന്റ്സ്. അതിലൊന്നാമത്തത് രോഗികളുടെ പരിചരണം കൊടുക്കുക. ഇല്ലേ? ഒരു പേഷ്യൻസിന് കെയർ കൊടുക്കാൻ വേണ്ടി ഈ ഒരു മെഡിക്കൽ റെക്കോർഡ് വേണമെങ്കിൽ കൊടുക്കണ്ടേ? ഒരു പ്രാവശ്യം വന്ന് ട്രീറ്റ്മെന്റ് എടുത്തതാണ്, ഒരു കണ്ടിന്യൂഷന് വേണ്ടി പിന്നെയും വരുമ്പോ ആ ഒരു റെക്കോർഡ് നോക്കിയാലല്ലേ അവർക്ക് എന്തൊക്കെ മുൻപ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ട്രീറ്റ്മെന്റ് എന്താണ്, പ്രൊസീജിയർ എന്താന്നൊക്കെ മനസ്സിലാകുള്ളൂ. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ഡോക്ടേഴ്സിനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ പേഷ്യൻസിന് കെയർ കൊടുക്കാൻ അല്ലെങ്കിൽ പരിചരണത്തിന് ആവശ്യമായിട്ട് നമുക്ക് മെഡിക്കൽ റെക്കോർഡുകൾ നൽകാം. രണ്ടാമത് മെഡിക്കോ ലീഗൽ കേസസുമായി ബന്ധപ്പെട്ട്, ഇല്ലേ? മെഡിക്കോ ലീഗൽ കേസസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരിക്കലും തരില്ല എന്നാണോ പറയണ്ടേ? ഇതൊരു ലീഗൽ റെക്കോർഡ് ആയതുകൊണ്ട് തന്നെ നമ്മളത് കൊടുക്കേണ്ടതായിട്ട് വരില്ലേ? അംഗീകൃതമായിട്ടുള്ള വ്യക്തികൾക്ക് മെഡിക്കോ ലീഗൽ കേസസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇത് കൊടുക്കേണ്ടതായിട്ട് വരും. ചോദിക്കാനുള്ള ഭാഗമാണ് കേട്ടോ. മൂന്നാമത്തത് അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ട്, ദാറ്റ് ഇൻക്ലൂഡ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫിനാൻഷ്യൽ. അതായത് ഇപ്പോ സാമ്പത്തികപരമായിട്ട് ഇപ്പൊ അവരുടെ ആ ഒരു റെക്കോർഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഫിനാൻഷ്യൽ പരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള വല്ല കണക്കുകളോ കാര്യങ്ങളോ നോക്കാനോ പരിശോധനകൾ നടത്താനോ ബില്ലുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നോക്കാനോ കാര്യങ്ങളോ ആയിട്ട് നമ്മളിവിടെ കൊടുക്കേണ്ടതായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് കേസസിന് വേണ്ടിയിട്ട് നമ്മൾ മെഡിക്കൽ റെക്കോർഡുകൾ കൊടുക്കേണ്ടതായിട്ട് വരും. നാലാമത്തത് ക്ലിനിക്കൽ മീറ്റിംഗ്സിന് വേണ്ടി. ക്ലിനിക്കൽ മീറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഫോർമൽ ഗ്യാതറിംഗ് ആണ്. അതായത് ഇവിടെ ആരായിരിക്കും? ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആണ് ഈ മീറ്റിംഗ് നടക്കുന്നത്.
അതായിരിക്കും ഡോക്ടേഴ്സ് ഉണ്ടാവും, അതില് നഴ്സസ് ഉണ്ടാവും, പാരാമെഡിക്സ്, അല്ലെങ്കിൽ നമ്മുടെ ഫാർമസിസ്റ്റുകൾ, ഇങ്ങനെയുള്ള ആളുകൾ, ആ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷനിലുള്ള ആളുകള് എന്ത് ചെയ്യുന്നു, ഫോർമൽ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് പോലെ അവര് അറേഞ്ച് ചെയ്യും. ആ മീറ്റിംഗില് അവർ പേഷ്യൻസിന്റെ കേസസ് ഡിസ്കസ് ചെയ്യും, അവരെ പുതിയ പുതിയ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യും. അതുപോലെ തന്നെ പേഷ്യൻസിനെ സപ്പോർട്ടീവ് ആയിട്ട് എന്തൊക്കെ കെയറുകൾ കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചും പേഷ്യൻസിന്റെ ഓരോ കണ്ടീഷനുകളെ കുറിച്ചൊക്കെ ഇവരെ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കാറുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അവർക്ക് ഓരോ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം, അതിനനുസരിച്ച് അവരുടെ ട്രീറ്റ്മെന്റ് പ്ലാനുകളും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ക്ലിനിക്കൽ മീറ്റിങ്ങുകളിൽ ഇവരുടെ ഓരോ പേഷ്യൻസിന്റെയും കേസസ് ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഈ ഒരു മെഡിക്കൽ റെക്കോർഡിന്റെ സഹായത്തോടു കൂടിയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ട് നമുക്ക് മെഡിക്കൽ റെക്കോർഡുകൾ കൊടുക്കാം. ഈ ഒരു 4 കേസുകളിലാണ് ഓതറൈസ്ഡ് പേഴ്സൺസിന് മെഡിക്കൽ റെക്കോർഡുകൾ ഒരു മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് നൽകുന്നത്. ക്ലിയർ ആണോ ആ 4 എണ്ണം? ഓക്കെ ആണോ? അടുത്തത് പറയുന്നത് ഇൻ കേസ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഇതും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഭാഗം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. മിസ് പറയുന്ന ഭാഗങ്ങളൊന്ന് അപ്പൊ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നീട് ചിലപ്പോൾ മിസ് പറയാൻ മറന്നുപോകും. അതുകൊണ്ടാണ് ഇൻ കേസ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ദ റെക്കോർഡ് ഷുഡ് നോട്ട് ബി സെൻഡ് ഔട്ട് ദ MRD. അപ്പൊ ഒരിക്കലും ഈ 4 കാര്യം 4 എണ്ണം ഒന്നുകൂടി പറയണം. ഇതുകൂടി പറഞ്ഞു മിസ് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ MRD അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മെഡിക്കൽ MRDയുടെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ ചോദിക്കാറുള്ളതാണ്. അതേപോലെ തന്നെ MROയുടെ. ഇവിടെ ഈ ഒരു മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ഒരിക്കലും നമ്മുടെ ആ ഒരു മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഈ മെഡിക്കൽ റെക്കോർഡുകൾ കൊടുത്തുവിടാൻ പാടില്ല. എപ്പോഴാണ്? ഇൻ കേസ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഒരു സ്ഥാപനത്തിൽ ആ ഒരു ഹോസ്പിറ്റലില് എഡ്യൂക്കേഷൻസ് റിസർച്ച് ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനമാവാം, അല്ലെ? അപ്പൊ നമുക്ക് പഠന വിധേയമാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മെഡിക്കൽ റെക്കോർഡ് ആവശ്യമായിരിക്കും, ഇല്ലേ? മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് ഓരോ ക്ലിനിക്കൽ കണ്ടീഷനെ കുറിച്ച് പഠിക്കണമെങ്കിലൊക്കെ അവർക്ക് ഓരോ പേഷ്യൻസിന്റെ റെക്കോർഡുകളൊക്കെ ആവശ്യമായിരിക്കും, അല്ലെ? അപ്പൊ അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുത്തു, എങ്ങനെയാണ് അവർക്ക് പ്രോഗ്രസ് ഉണ്ടായത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടി വരും. അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ അവർക്ക് ഒരു MRD ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ വന്ന് ആവശ്യമായിട്ടില്ല. ഇപ്പൊ നമ്മളൊരു ലൈബ്രറി പോകുമ്പോൾ എങ്ങനെയാണ്? ലൈബ്രറിയിൽ ചില നോട്ട്സുകളൊന്നും നമുക്ക് തന്നു വിടില്ല, ചില ബുക്സ് ഒന്നും, ഇല്ലേ? അത് അവിടെ തന്നെ നമ്മൾ ഇത് റെഫർ ചെയ്യേണ്ടതായിട്ട് വരും. അത് കഴിഞ്ഞ് അവിടെ തന്നെ വെച്ചിട്ട് നമുക്ക് തിരിച്ചു പോരും, ഇല്ലേ? അങ്ങനെയല്ല, ചില നോട്ട്സ് ബുക്കുകളൊക്കെ നമ്മൾ തന്നു വിടൂല്ലല്ലോ, അവരവിടെ തന്നെ സൂക്ഷിക്കുള്ളൂ, അല്ലെ? അതുപോലെ തന്നെ ഇവിടെയും ഈ പറയുന്ന എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ആ ഒരു MRDയെ സമീപിക്കാം, അവരുടെ മെഡിക്കൽ റെക്കോർഡ് പരിശോധിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തലുകൾ നടത്താനോ പഠിക്കാനോ ഒക്കെ വിധേയമാക്കാം. പക്ഷേ അത് അവിടെ നിന്ന് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവാദമില്ല. മനസ്സിലായോ? അത് അപ്പൊ MRD ഡിപ്പാർട്ട്മെന്റ് ഒരിക്കലും ഇവരുടെ കയ്യിൽ ഈ മെഡിക്കൽ റെക്കോർഡ് കൊടുത്തുവിടാൻ പാടില്ല. അവർക്കത് ഉപയോഗിക്കാം, ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വന്നവർക്ക് ഉപയോഗിക്കാം, അല്ലാതെയും കൊടുത്തുവിടാൻ പാടില്ല. മനസ്സിലായോ? അപ്പൊ ആദ്യത്തെ 4 എണ്ണം പറഞ്ഞത് ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രമേ ഒരു മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മെഡിക്കൽ റെക്കോർഡുകൾ വിതരണം ചെയ്യാൻ പാടുള്ളൂ. ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്കത് വിതരണം ചെയ്യാം? ഒന്നാമത് പേഷ്യൻസിന് പരിചരണം കൊടുക്കാൻ വേണ്ടി കൊടുക്കാം. രണ്ടാമത്തത് മെഡിക്കോ ലീഗൽ കേസസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട അധികാരികളുടെ അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട് വന്നാൽ അത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു മെഡിക്കോ ലീഗൽ കേസ്, ഈ ഒരു മെഡിക്കോ ലീഗൽ റെക്കോർഡുകൾ പ്രൊവൈഡ് ചെയ്യാം. മൂന്നാമത്തത് അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള, അതായത് അവരുടെ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുന്ന അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ, ബില്ലുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്രമക്കേടുകൾ കണ്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ മൊത്തത്തിലോ ഓഡിറ്റ് ചെയ്യാനോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? ഈ ഒരു മെഡിക്കൽ റെക്കോർഡുകൾ കൊടുക്കാം. നാലാമത് പറഞ്ഞത് ക്ലിനിക്കൽ മീറ്റിംഗ്സ്, അതായത് ഫോർമൽ ആയിട്ടുള്ള ഗ്യാതറിംഗ്സ് ആണ്. ഡോക്ടേഴ്സും നഴ്സസും പാരാമെഡിക്സും ഫാർമസിസ്റ്റും ഇവരൊക്കെ ഉൾപ്പെടുന്ന ഒരു മീറ്റിംഗ് ആണ്. ആ മീറ്റിംഗിൽ ഇവർ പല പേഷ്യൻസിന്റെ കേസുകൾ ഡിസ്കസ് ചെയ്യാറുണ്ട്, അവർക്ക് നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുത്തു എന്ന് ഡിസ്കസ് ചെയ്യാറുണ്ട്, ഇനി എങ്ങനെ നമുക്ക് നല്ല രീതിയിലുള്ള പരിശീലനം കൊടുക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പൊ ആ സമയത്ത് ഓരോ പേഷ്യൻസിന്റെയും റെക്കോർഡുകൾ ഉണ്ടെങ്കിലാണ് ആ പേഷ്യൻസിന്റെ കൃത്യമായിട്ടുള്ള കണ്ടീഷൻസും ഇപ്പോഴുള്ള പുരോഗതിയും കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു മീറ്റിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മെഡിക്കൽ റെക്കോർഡ് അംഗീകൃതമായിട്ടുള്ള വ്യക്തികൾക്ക് കൈമാറാം. ക്ലിയർ ആണോ? റൂബിക്ക് ക്ലിയർ ആയോ?
റൂബി ഷെമി. അപ്പൊ നെക്സ്റ്റ് നമ്മള് MROയുടെ ഫുൾ ഫോമോ മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ. മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ. ഓക്കെ, നമ്മൾ അടുത്തേക്ക് പോവാണ് കേട്ടോ. നെക്സ്റ്റ് വൺ മെഡിക്കോ ലീഗൽ കേസസ് രജിസ്ട്രേഷൻ. അപ്പൊ മെഡിക്കോ ലീഗൽ കേസസുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷൻ എങ്ങനെയായിരിക്കണം? നിങ്ങൾ ഒരു ഹോസ്പിറ്റൽ ഇപ്പൊ മെഡിക്കോ ലീഗലുമായി ബന്ധപ്പെട്ട് നമ്മൾ ഹോസ്പിറ്റലിലെ കാര്യം അത് രജിസ്റ്റർ ചെയ്യണം, നിർബന്ധമാണ്. അതുപോലെ തന്നെ പോലീസിനെ അറിയിക്കുകയും വേണം, അല്ലെ? നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. നോക്കിയേ, there should be a central medico-legal register retained in the accident and emergency department under the control of chief medical officer. അപ്പോൾ ഇവിടെ ഒരു മെഡിക്കോ ലീഗൽ കേസുമായി ബന്ധപ്പെട്ട് അവിടെ എന്താണ് ഒരു സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്റർ, സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്റർ നിലനിർത്തേണ്ടത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ചീഫ് മെഡിക്കൽ ഓഫീസറുടെ നിയന്ത്രണത്തിലായിരിക്കണം. മനസ്സിലായോ? ഒരു സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്റർ നിലനിർത്തേണ്ടത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ചീഫ് മെഡിക്കൽ ഓഫീസറുടെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ കീഴിലായിരിക്കണം. Then all medico-legal cases admitted from casualty, outpatient and inpatient services must be registered in the central medico-legal register. എല്ലാ ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ മെഡിക്കോ-ലീഗൽ കേസുകളും, അതായത് ഇപ്പോ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ആയതാ, ഔട്ട് പേഷ്യന്റ് ആയിട്ട് വന്നതാ, ഇൻപേഷ്യന്റ് സർവീസുകളിലേക്ക് അഡ്മിറ്റ് ആയതാ, അങ്ങനെ ഏതൊരു മെഡിക്കോ ലീഗൽ കേസ് വന്നാലും അവര് നിർബന്ധമായിട്ടും ഈ സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്ററുകളിൽ നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്തിരിക്കണം. മൂന്നാമത് പറയുന്നേ, എ മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് ഹാസ് ടു ബി അഫിക്സ്ഡ് ഓൺ ഈച്ച് രജിസ്റ്റേർഡ് കേസ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ കേസ് ഹാസ് ബീൻ രജിസ്റ്റേർഡ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു, അത് രജിസ്റ്റർ ചെയ്തു എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി ആ രജിസ്റ്റർ ചെയ്ത കേസിന്റെ മുകളിലായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫയലിന്റെ മുകളിലായിട്ട് നമ്മൾ ഒരു മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് പതിപ്പിക്കും. എന്ന് വെച്ചാൽ ശരിക്കും ഒരു റബ്ബർ സീല് പോലത്തെയാണ്. അപ്പൊ അവിടെ നമ്മൾ അത് ഇന്ന ഡേറ്റില് ഇന്ന ആളാണത് എന്ത് ചെയ്യുന്നത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കത് ആ ഒരു ഫയൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പൊ അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്താനും കൂടിയാണ് നമ്മൾ ആ ഒരു മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് അതിന് മുകളിൽ അഫിക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ പതിക്കുന്നത്. Then നാലാമത് പറയുന്നത് the completed central medico legal register has to be kept under the custody of the MRO. അപ്പൊ എപ്പോഴും ഒരു പൂർത്തിയാക്കിയിട്ടുള്ള ഒരു മെഡിക്കോ ലീഗൽ രജിസ്റ്റർ ആണെങ്കിൽ അത് ആരുടെ കസ്റ്റഡിയിലാണ് സൂക്ഷിക്കേണ്ടത്? ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഓഫീസറുടെ MROയുടെ കയ്യിലാണ് സൂക്ഷിക്കേണ്ടത്, കസ്റ്റഡിയിലാണ് സൂക്ഷിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി മിസ് പറയാം. ഒരു സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്റർ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അത് എവിടെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്? ഇൻ ദ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ചീഫ് മെഡിക്കൽ ഓഫീസറുടെ നിയന്ത്രണത്തിലായിരിക്കണം ആ ഒരു സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്റർ നിലനിർത്തേണ്ടത്. ഇത്രയും ക്ലിയർ ആണോ? ആ ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. രണ്ടാമത്തത് പറയുന്നത് ഒരു ഔട്ട് പേഷ്യന്റ് ആയിട്ട് ഒരു മെഡിക്കോ ലീഗൽ കേസ് വന്നേക്കാം, ഒരു കാഷ്വാലിറ്റിയിൽ വന്നേക്കാം, അല്ലെങ്കിൽ ഒരു ഇൻപേഷ്യന്റ് സർവീസിലേക്ക് ഒരു മെഡിക്കോ ലീഗൽ കേസ് വന്നാലും ആ ഹോസ്പിറ്റലിലേക്ക് വരുന്ന എല്ലാ മെഡിക്കോ ലീഗൽ കേസുകളും നിർബന്ധമായിട്ടും ഈ സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആണോ? കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി മിസ്സിന് ഓരോന്ന് പറഞ്ഞു തരുന്നത് കേട്ടോ. മൂന്നാമത്തത് ഈ പറയുന്ന ഓരോ കേസും നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണ്ടേ? ചില കേസുകൾ മിസ്സായി ഒന്നും പോവാതിരിക്കാൻ വേണ്ടി ഇത് നമ്മൾ രജിസ്റ്റർ ചെയ്യും. ഓരോ കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഇത് ഓരോന്നും രജിസ്റ്റർ ചെയ്ത് കഴിയുന്നതിന് ശേഷം ആ ഒരു ഫയലിന്റെ മുകളിലായിട്ട് നമ്മൾ ഒരു മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് പതിപ്പിക്കുന്നു. എന്നുവെച്ചാൽ റബ്ബർ സീല. അത് പതിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് ഏത് ദിവസം നമ്മൾ രജിസ്റ്റർ ചെയ്തു, ആരിലൂടെ നമ്മൾ ഇതിൽ ഇന്ന ആളാണ് അത് ചെയ്തത്, ഇന്ന ദിവസമാണ് ചെയ്തത് എന്ന് ആ ഒരു ഫയലിന്റെ മുകളിൽ
കൃത്യമായിട്ട് ആ ഒരു സ്റ്റാമ്പ് അല്ലെങ്കിൽ ആ ഒരു സീല് പതിപ്പിക്കുന്നതിലൂടെ ആ ഫയൽ എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇന്ന ദിവസം അത് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ആ ഒരു മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് അതിന് മുകളിൽ പതിപ്പിക്കുന്നത്. ക്ലിയർ ആണോ? മൂന്നാമത്തെ പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ. നാലാമത് പറയുന്നത് ദ കംപ്ലീറ്റഡ് സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്റർ. പൂർത്തിയാക്കിയിട്ടുള്ളത്, പൂർത്തിയാക്കാതെ ജസ്റ്റ് രജിസ്റ്റർ ചെയ്ത മാത്രമല്ല, പൂർത്തിയാക്കിയിട്ടുള്ള ഓരോ മെഡിക്കോ ലീഗൽ രജിസ്റ്ററുകളും ആരുടെ കസ്റ്റഡിയിലാണ് സൂക്ഷിക്കേണ്ടത്? MROന്റെ കസ്റ്റഡിയിലാണ് സൂക്ഷിക്കേണ്ടത്. അപ്പൊ പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ മെഡിക്കോ ലീഗൽ രജിസ്റ്ററുകളും MROയുടെ കസ്റ്റഡിയിലായിരിക്കണം സൂക്ഷിക്കേണ്ടത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഈ 4 പോയിന്റ്സ് ഓക്കെയാണോ? ഓക്കെ. ഇനി അഞ്ചാമത്തെ പോയിന്റിൽ പറയുന്നേ all medico legal cases which are registered in the hospital should be intimated to the police. അല്ലെ? ഏതൊരു ഹോസ്പിറ്റലിൽ ഒരു മെഡിക്കോ ലീഗൽ കേസ് വന്നാലും അത് നമ്മുടെ ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, മെഡിക്കോ ലീഗൽ എന്ന് രജിസ്റ്റർ ചെയ്താൽ അത് ഉടനെ ആരെ അറിയിക്കണം? ആരെ അറിയിക്കട്ടെ? പോലീസിനെ അറിയിക്കണം അല്ലെ? ത്രൂ ദ ആരിലൂടെ അറിയിക്കണ്ടേ? പോലീസിനെ അറിയിക്കണം. ആരിലൂടെ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിലൂടെ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് ഇങ്ങനെ ഒരു മെഡിക്കോ ലീഗൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ പോലീസിനെ അറിയിക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്, ടു മേക്ക് ഷുവർ ദാറ്റ് ദ മെഡിക്കോ ലീഗൽ കേസ് റെക്കോർഡ്സ് ആർ കംപ്ലീറ്റ്. അതിലൂടെ നമുക്ക് മെഡിക്കോ ലീഗൽ കേസുകളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ റെക്കോർഡുകളെല്ലാം കംപ്ലീറ്റ് ആണോ എന്നൊക്കെ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. അതിന് വേണ്ടിയിട്ട് അവിടെ ഇതൊരു കേസ് രജിസ്റ്റർ ചെയ്ത ഉടനെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്യണം? അത് പോലീസിനെ അറിയിക്കണം. ഇവരുടെ ബാധ്യതയല്ല ആണത്. അങ്ങനെ ഒരു കേസ് വന്നാൽ നിർബന്ധമായിട്ടും പോലീസിനെ അറിയിക്കുക. അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലീഗൽ വശങ്ങളൊക്കെ ഇവരെ ബാധിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് പറയുന്നത് these have to be kept under safe custody of responsible officer in the medical record department. ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസറുടെ കീഴിലാണ് ഈ പറയുന്ന മെഡിക്കോ ലീഗൽ രജിസ്റ്റർ സൂക്ഷിക്കുന്നതെന്ന് പറയുന്നില്ലേ? അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ആ ഒരു മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓഫീസർ, ഉത്തരവാദിത്തപ്പെട്ട ഓഫീസറുടെ സേഫ് കസ്റ്റഡിയിൽ, സുരക്ഷിതമായിട്ടുള്ള അവരുടെ കസ്റ്റഡിയിലായിരിക്കും ഈ പറയുന്ന റെക്കോർഡുകളെല്ലാം സൂക്ഷിക്കുക. ഒരിക്കലും അത് മറ്റാർക്കും വിട്ടുകൊടുക്കില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യമുള്ള സമയത്ത് മാത്രമേ നമ്മൾ അത് അംഗീകൃതമായിട്ടുള്ള ആളുകൾക്ക് നൽകുകയുള്ളൂ. അത് വളരെ സുരക്ഷിതമായിട്ട് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസറുടെ കീഴിലായിരിക്കും അത് സൂക്ഷിച്ചിട്ടുണ്ടാവുക. ക്ലിയർ ആണോ? മെഡിക്കോ ലീഗൽ കേസസ് രജിസ്ട്രേഷൻ. ഓക്കെ. ഇത്രയും എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയ ഒരെണ്ണം റിലീസ് ഓഫ് ഇൻഫർമേഷൻ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഇവിടെ വരെയും നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം കേട്ടോ. താങ്ക് യു.